പാകിസ്ഥാൻ കൂടുതലും പണം വിനിയോഗിക്കുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളത് പച്ചവെള്ളം പോലെ ഉള്ള കാര്യം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും തിക്താനുഭവങ്ങളും നമ്മളും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ IMFന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പോലും ഇന്ത്യ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അവർക്ക് പണം നൽകരുത്. ഒന്നാമത് ഇന്ത്യ പാക് സംഘർഷം നടക്കുന്നതിനിടയിലാണ് IMFന്റെ തീരുമാനം വന്നത്. അപ്പം ആ ഒരു മീറ്റിങ്ങിൽ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കാണ് ഇവർ ഈ പണം ചെലവഴിക്കുന്നത്, അതിനുവേണ്ടി നൽകരുത് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും അവർക്ക് പണം അനുവദിച്ചു. ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഗഡുവായ $102 കോടി കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം നമ്മൾ കണ്ടതാണ്, അവിടുത്തെ പട്ടാള മേധാവി പോലും ഭീകരരെ ഹോസ്പിറ്റലിൽ പോയി കാണുകയും അവർക്ക് ഓരോ വ്യക്തികളുടെയും കുടുംബത്തിന്, മരിച്ചുപോയ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിന് 1 കോടി വരെ നൽകും എന്നുള്ളതൊക്കെ വാർത്തയിൽ കണ്ടതാണ്. എന്താണ് നിജസ്ഥിതി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു 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 സൗഹൃദം അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ അവർക്ക് വീണ്ടും ഇത്തരത്തിലേക്ക് അവർക്കൊരു പ്രവണത നൽകുകയല്ലേ IMF പോലെയുള്ളവർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ. ഇന്ത്യ അതിന് വാണിംഗ് കൊടുത്തു, ഇന്ത്യ ചെയ്യാവുന്നത് ചെയ്തു അവിടെ. പക്ഷേ അമേരിക്കയുടെയും ഇതര യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ഭീകരവാദത്തിനെതിരെയുള്ള ഐക്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കപട നാടകമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അതുപോലെ ബ്രിട്ടൻ ഒക്കെ തന്നെ ഭീകരവാദികളെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള താവളമായിട്ട് ഉപയോഗിക്കുന്നത് അമേരിക്കയാണ്. ഈ കൊട്ടേഷൻ സംഘങ്ങളുണ്ടല്ലോ, കൊട്ടേഷൻ സംഘങ്ങൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെ പലപ്പോഴും ഇവർ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ ഭരണകൂടത്തിൻ്റെ നിയുക്തനായിട്ടുള്ള അവിടുത്തെ പ്രസിഡൻറ്റിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തി പരിശീലിപ്പിച്ചെടുത്ത ഒന്നാണ് താലിബാൻ എന്ന് പറയുന്നത്. അതിപ്പോൾ പല അവാന്തര വിഭാഗങ്ങളായി കഴിഞ്ഞു. അതിലൊന്നിപ്പോൾ പാകിസ്ഥാൻ നേരെ തിരിഞ്ഞിട്ടുണ്ട്, ചരിത്രത്തിൻ്റെ വിപര്യം അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ശക്തി കൊണ്ട് പിടിച്ചെടുത്തതാണ് അർജൻറ്റീനയിലെ ഫോക്ലാൻഡ്സ് എന്ന് പറയുന്ന ദ്വീപ്. ശക്തി കൊണ്ട് പിടിച്ചെടുത്തതാണ്, അടിച്ചമർത്തി പിടിച്ചെടുത്തതാണ്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭീകരവാദത്തെ ഒരായുധമായിട്ട് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഉപയോഗിക്കും. ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല. ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ നടത്തിയത്. ഒരു തരം ഭീകരവാദമാണ്, 100%. എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളത്തിൽ പെട്ടിരുന്ന ആൾക്കാരെയാണ് അവർ റഷ്യക്കെതിരെയായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ നാസികളെ സഹായിച്ചുകൊണ്ടിരുന്നു ജോ ബൈഡൻ്റെ കാലത്ത് അമേരിക്ക. ഇപ്പോൾ അത് ഒത്തുതീർപ്പിൻ്റെ മാർഗത്തിലൂടെ പോവുകയാണ്, സന്തോഷകരമായ കാര്യം. അങ്ങനെ ഇക്കാര്യത്തിൽ തങ്ങളുടെ താല്പര്യം എന്നുള്ള ഒരു പരിഗണന വെച്ച് മാത്രമാണ് അമേരിക്ക അടരാടിയിട്ടുള്ളത്. ഇവിടെ ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ ചൈനയ്ക്കെതിരായിട്ടുള്ള തങ്ങളുടെ ആയുധമായിട്ടും മറയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്ത്യ ഇങ്ങനെ വളർന്നുയർന്ന് സാമ്പത്തിക ലോകത്ത് വലിയ മഹാകാശങ്ങളിലേക്ക് പോകുന്നതിനൊരു തടയിടാനും പാകിസ്ഥാനെ ഉപയോഗിക്കാമെന്ന് കരുതിക്കൊണ്ടാണോ നഗ്നമായ ഭീകരവാദമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കാണിക്കുന്നതെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒരു നാവ് കൊണ്ടുപോലും ശബ്ദിക്കാതെ ഞങ്ങളാണ് ഇവിടെ സമാധാനം കൊണ്ടുവന്നത് വാദിക്കാൻ അവസാന രംഗത്ത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം കൊണ്ടും ചെറുത്തുനിൽപ്പ് കൊണ്ടും പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിഞ്ഞപ്പോൾ മാത്രം നമ്മളാണ് ഈ സമാധാനം കൊണ്ടുവന്നതെന്ന് 8 കാലി മമ്മുഞ്ഞിനെ പോലെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഈ കാര്യത്തിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയാണോ ഏറ്റവും വലിയ ഫണ്ട് റേസർ, വേൾഡ് ബാങ്കിന് ഏറ്റവും അധികം വിഹിതം പണമായിട്ട്, ആ പണം ഉണ്ടെങ്കിലേ കടം കൊടുക്കാൻ പറ്റൂ. വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ഒന്നും ഒരു പണവുമില്ല, രാജ്യങ്ങൾ കൊടുക്കുന്ന പണമാണ്. ഏറ്റവും കൂടുതൽ വീതം കൊടുക്കുന്ന അമേരിക്കയാണ്. അമേരിക്ക നോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കൊടുക്കില്ലായിരുന്നു. അങ്ങനെയാണ് 102 കോടി രൂപ കൊടുത്തത്. ഈ $102 കോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ 80 ഇരട്ടിയോളം രൂപയാണ്. എത്രയാണെന്ന് ഉപയോഗിച്ച് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അത്ര ഭീമമായൊരു തുക നിഷ്കളങ്കമായ കാര്യത്തിനൊന്നും ആയിരിക്കുകയില്ല പാകിസ്ഥാൻ ഉപയോഗിക്കുക. അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കാഫിറുകളെ കൊല്ലുക, അന്യമതത്തിൽപ്പെട്ടവരെ കൊല്ലുക. നമ്മളിപ്പോ 9 കേന്ദ്രങ്ങളോടാണ്, ഭീകര കേന്ദ്രങ്ങളാണ് ചുട്ടരിച്ചത്, ഇന്ത്യ ചുട്ടരിച്ചത്. പക്ഷെ ഈ
9 കേന്ദ്രങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ഒരറ്റത്ത് നിന്ന് നമ്മൾ ഈ ഭീകരവാദത്തെ ചെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ തോൽപ്പിക്കാൻ തരത്തില് നമ്മൾ ഈ ഒരു സംഘർഷം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ മറുഭാഗത്ത് മറ്റ് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഭീകരവാദത്തിന് വീണ്ടും നിർമ്മിക്കാൻ, കോട്ട പണിയാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുന്നു. വാസ്തവത്തിൽ തകർന്നുപോയ, ഒടിഞ്ഞുപോയ നട്ടെല്ല് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ലോകബാങ്ക് ഇപ്പോൾ ഫലത്തിൽ $102 കോടി വായ്പ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക എതിർക്കാതിരുന്നത്. കാരണം ഇന്ത്യ തകർത്ത അതിൻ്റെ വ്യോമതാവളങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ എല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടല്ലേ അബട്ടാബാദിൽ ഒളിച്ചിരുന്ന ഉസാമ ബിൻ ലാദനെ കൊന്നു കഴിഞ്ഞിട്ടും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് എന്തിനാണെന്ന് ഒരൊറ്റ വാക്ക് പാകിസ്ഥാനോട് അമേരിക്ക ഇന്ന് വരെ ചോദിച്ചു? ഏതെങ്കിലും പ്രസിഡന്റ് ചോദിച്ചോ? ഏതെങ്കിലും സെനറ്റർ ചോദിച്ചോ? ഇന്ന് വരെ ചോദിച്ചിട്ടില്ല അവർ. അപ്പോൾ അവർക്കറിയാം ഇത് രഹസ്യമായിട്ട് പാകിസ്ഥാനെ അവർ പാലൂട്ടി വളർത്തുന്ന വിഷപ്പാമ്പാണ്. ഒരു നാൾ കൊത്തു കിട്ടുമ്പോൾ അവർ പഠിച്ചുകൊള്ളു. ഒരിക്കൽ കൊത്തു കിട്ടിയത് നമുക്കെല്ലാം അറിയാം. അതെ, ഒരിക്കൽ കൊത്തു കിട്ടി, എന്നിട്ടും മറ്റു ചിലത് സാധിക്കാൻ വേണ്ടി അവരെ പരിപോഷിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആസ്ഥാനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വെച്ച് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടാണ് ആക്രമണം നടത്തിയത്. അതിന് പാകിസ്ഥാൻ്റെ പിന്തുണയാണ് അവർ നേടിയത്. ഇപ്പോൾ പാകിസ്ഥാനെതിരെ ആ താലിബാൻ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയും ആ വിപരീയവും നമ്മളിങ്ങനെ ഒരുപാട് സർക്കസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇവർക്കൊന്നും ഈ ഭീകരവാദത്തിനെതിരെ ഒരു താല്പര്യവുമില്ല. അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ $102 കോടി അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇതിന് സമാനമായിട്ടുള്ളൊരു ചരിത്ര സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയിലെ നൂറുകണക്കിന് ഹിന്ദുക്കളെയും കുട്ടികളെയും ഗർഭിണികളെയും ബയനറ്റ് ഉപയോഗിച്ച് അവരുടെ വയറ്റിൽ കുത്തി ഗർഭസ്ഥ ശിശുക്കളെ പോലും അശ്വത്ഥമാവിനെ പോലെ കൊന്നുകൊണ്ട് ഇവിടെ ഭീകരമായിട്ടുള്ള രക്തപ്പുഴകൾ സിന്ധുവിലും യമുനയിലും ഗംഗയിലും ഒക്കെ ഒഴുകിയപ്പോൾ അവിടെ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു. ആ രാഷ്ട്രമാണ് ഈ പാകിസ്ഥാൻ. ഏതൊരു രാഷ്ട്രത്തിന് വേണ്ടിയാണോ ആ ചോരപ്പുഴകൾ ഒഴുകിയത്, ആ രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അന്ന് ഇന്ത്യയിലേക്ക് പ്രാണനം തല്ലി വന്ന ഹിന്ദു സമൂഹങ്ങൾ, അമുസ്ലിം സമൂഹങ്ങൾ എല്ലാം വന്നത് വെറും കൈയുമായിട്ടാണ്. അവരുടെ വസ്തു പോലും അവരുടേതായിരുന്നില്ല. അവിടെ ശേഷിച്ച വസ്തു മുഴുവൻ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടി ബംഗ്ലാദേശും കൂടി അന്നത്തെ ബംഗാൾ, ഇന്നത്തെ ഈസ്റ്റ് ബംഗാൾ കൂടി കണ്ടെടുക്കുകയായിരുന്നു. 5 പൈസ കൊടുത്തില്ല. എന്നിട്ടോ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിങ്ങൾ അവർ ഇവിടെ ഉപേക്ഷിച്ചതിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന 55 കോടി കണക്കാക്കപ്പെട്ടു. ആ തുക കൊടുക്കില്ല. കാരണം ആ സമയത്ത് തന്നെ കാശ്മീരിനെ ആക്രമിക്കാൻ ഗോത്രവർഗങ്ങളുടെ സഹായത്തോടുകൂടി പാകിസ്ഥാൻ ശ്രമിച്ചു. അതിൽ പ്രതിഷേധിച്ച് ആ തുക തടഞ്ഞു വയ്ക്കാൻ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ കൂടി ശ്രമിച്ചു. അങ്ങനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാത്മാവായിട്ടുള്ള മഹാത്മാഗാന്ധി മരണം വരെ നിരാഹാര സത്യാഗ്രഹത്തിൽ ഏർപ്പെട്ടു. എന്തിനു വേണ്ടി? ഈ 55 കോടി ഈ യുദ്ധസമയത്തും ഇപ്പോൾ തന്നെ പാകിസ്ഥാന് കൊടുക്കണം. ഇതേ നിലപാടാണ് ഇപ്പോൾ അമേരിക്കയും സ്വീകരിച്ചിരിക്കുന്നത്. ആ പൈസ 102 കോടി യുദ്ധമാണെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണം. ഇത് നശീകരണ പ്രവർത്തനത്തിനായിരിക്കും ഉതകുന്നത്. അതുതന്നെയാണ് ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു യുദ്ധം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് നടത്തിയത്. ഈ നമ്മൾ കൊടുത്ത 55 കോടി നോക്കൂ, അന്നത്തെ 55 കോടിയാണ്. 70 വർഷം മുമ്പത്തെ 55 കോടി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ $102 കോടി 10 മടങ്ങ് മൂല്യമുള്ളത്. ആ പണം കൊണ്ട് ഇന്ത്യക്ക് നേരെ നെഞ്ചത്ത് പുറകിൽ നിന്ന് കുത്തിയ അതേ പാകിസ്ഥാൻ തന്നെ നെഞ്ചത്ത് കുത്തി യുദ്ധത്തിലൂടെ. ആ യുദ്ധത്തിലാണ്, അതിൻ്റെ താഷ്കൻഡിൽ നടന്ന ചർച്ചയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞത്. നമ്മളിതെല്ലാം ചരിത്ര സത്യങ്ങൾ ഓർക്കണം. ഓരോ പൈസയും, ഓരോ നയപ്പൈസയും ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദുഷ്ടരാജ്യമാണ്, തെമ്മാടി രാജ്യമാണ്, പാപികളുടെ സ്ഥാനമാണ് പാകിസ്ഥാൻ. ആ സത്യം നമുക്ക് മറക്കാൻ വയ്യ. പക്ഷേ നമ്മുടെ കരുതലാർന്ന, കൃത്യതയാർന്ന യുദ്ധോപകരണങ്ങൾ ഇവരുടെ ഏത് ദുഷ്ടലാക്കിനെയും അതിൻ്റെ മുകളിൽ കൂടി പറക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്യാൻ പര്യാപ്തമാണെന്ന് 3 ദിവസം മാത്രം നീണ്ടുനിന്ന ഈ ഒരു സൈനിക നടപടി നമ്മളെയും ലോകത്തെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.